നമ്മൾ പട്ടം പറത്താൻ പോവുകയാണ്. പട്ടം പറത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നല്ലേ? പട്ടം പറത്തി ദുഃഖങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ കാറ്റിൽ പറത്താൻ പഠിപ്പിക്കുകയാണ് കൊല്ലം കൈറ്റ് ക്ലബ്ബ്. കൊല്ലത്ത് കൈറ്റ് ഫെസ്റ്റ് മാത്രമല്ല, പട്ടം നിർമ്മിക്കാൻ ശില്പശാലയും സംഘടിപ്പിച്ചു. അവർ എം മുകേഷ് MLA പട്ടം പറത്തി ആഘോഷത്തെ വരവേറ്റു. പട്ടം കയ്യിൽ കിട്ടിയതോടെ കൊല്ലം MLA എം മുകേഷ് തൻ്റെ കുട്ടിക്കാലം തിരികെ പിടിച്ചു. പട്ടവുമായി പ്രായം നോക്കാതെ ഓടി. പട്ടം പറന്നുയർന്നു. കണ്ടു നിന്നവരും കുട്ടികളെ പോലെ ആസ്വദിച്ചു. കൈറ്റ് ക്ലബ്ബ് പിന്നീട് കൊല്ലം ബീച്ചിൽ പടുകൂറ്റൻ പട്ടങ്ങൾ പറത്തി ആകാശ നീലിമയിൽ പല വർണ്ണങ്ങളാൽ ചിത്രം വരച്ചു. ചെറുപ്പത്തിൽ പട്ടം പറത്താത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല. നമ്മൾ വർണ്ണാഭമായൊരു കുട്ടിക്കാലം നമുക്കുണ്ട്. ഈ നൊസ്റ്റാൾജിക്കായിട്ട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോട്ടിക്കളി, പട്ടം പറത്തൽ, ചുള്ളിക്കമ്പ്. 2010 നമ്മളിത് കൈറ്റ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പട്ടം പറത്തൽ ഉത്സവം. ഏതാണ്ട് 100-ൽ പരം രാജ്യങ്ങളിൽ പട്ടം പറത്തൽ ഒരു മഹാ ഫെസ്റ്റിവലുകളാണ്. അറബിക്കടലിൽ നിന്ന് ഗോൾഡൻ ബീച്ചിലേക്ക് കാറ്റ് കാര്യമായി വീശിയില്ല. എന്നാലും കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ ചെയർമാൻ രാജേഷ് നായർ ഒരു കൈ നോക്കി. കൈറ്റ് മത്സരങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് അധികം മത്സരാർത്ഥികളില്ല. ഇന്നും പരമ്പരാഗത പട്ടങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ മലയാളികൾ തയ്യാറാകുന്നുമില്ല. വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ സഹായിച്ചാൽ കൈറ്റ് ഫൗണ്ടേഷനും വികസനം കൊണ്ടുവരാനാക്കുമെന്ന് രാജേഷ് നായർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബീച്ചിൽ നടന്ന പട്ടം പറത്തൽ കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.